ഹലോ ഫ്രണ്ട്സ്, ആർ ജെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാനെടുത്തിരിക്കുന്ന വെള്ളം 1/4 കപ്പാണ്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് പുട്ട് തിരുമ്മിയെടുക്കാം. ഇതേപോലെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ട് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്കിട്ട് 1 മിനിറ്റ് ഒന്ന് കുഴക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചിരട്ട പുട്ട് മേക്കറിലേക്ക് കുറച്ച് തേങ്ങയിടാം. ശേഷം നമുക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം. നിങ്ങൾ കുത്തി നിറച്ച പോലെ ഗോതമ്പ് പൊടി ഒരിക്കലും ഇടരുതും. കുറേശ്ശെ ആയിട്ട് ചേർത്താൽ മതി. അപ്പോഴായിരിക്കും നമ്മുടെ ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ഇനി ഏറ്റവും മുകളിലായി കുറച്ച് തേങ്ങയും ചേർക്കാം. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് പുട്ട് റെഡിയായോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.